ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാക്ക് മാനിക്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന കെ ടി എമ്മിൻ്റെ അഡ്വഞ്ചർ X390 ആണ്. പുതിയ വെർഷനാണ്. ഇതിപ്പം 6 മാസം ആയിട്ടേ ഉള്ളൂ. പുതുപുത്തൻ വണ്ടിയാണ് എന്ന് വെച്ചാൽ സെക്കൻഡ് സർവീസ് ആവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഓണർ പറഞ്ഞ കാര്യമാണ്. ഇത് നല്ല ലേറ്റസ്റ്റ് വെർഷനാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് എഡിഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ചിൽ തീർത്ത ഈ ഒരു കളറാണ് ഏറ്റവും ആകർഷണമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മൾ അഡ്വഞ്ചറായിട്ട് നമ്മൾ ഓടിക്കുന്ന ഒരു ഓഫ് റോഡിങ് വീഡിയോ ഉണ്ട്. അതിപ്പം നമുക്ക് ടൈമുണ്ട്, അതിനും നെക്സ്റ്റ് ഒരു സമയത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആ ഒരു പുള്ളിക്കാരനും ഭയങ്കര ആഗ്രഹമാണ്. വണ്ടി എടുത്തിട്ട് അധികം പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അധികം ഓടിയിട്ടില്ല, കിലോമീറ്റർ മെല്ലെ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല നമ്മൾ എങ്ങനെ 390 ഓടിക്കുന്നു അതുപോലെ തന്നെ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് കുതിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് റോഡിൽ കിട്ടുന്നത്. ആയതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു പർപ്പസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വൈഡ് ആംഗിൾഡ് ഇത് തന്നെ നമുക്ക് സീറ്റിങ്ങിനായിക്കോട്ടെ, നമ്മൾ ഫുഡ് റെസ്റ്റർ വെക്കുമ്പോഴത്തേക്കും ആ ഒരു ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു ഓവറോൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡായാലും ഫ്രണ്ട് സൈഡായാലും എല്ലാം നമുക്ക് നല്ല ഒരു വലിയൊരു ഭീകരത ഫീൽ ചെയ്യുന്നൊരു വണ്ടിയാണ്. പിന്നെ എക്സോസ്റ്റിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സോസ്റ്റാണ്, നല്ല ബ്രൂട്ടഡ് ആയിട്ടുള്ളൊരു സൗണ്ടുള്ള എക്സോസ്റ്റാണ്. പിന്നെ ഇപ്പം ഇതിൻ്റെ ആ ഒരു ഫണിഷിങ് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഈ ഒരു റോക്ക് സോളിഡ് പോലെ ഇരിക്കുന്ന ഒരു എൻജിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ അടിച്ചാലും അതിനൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ഓണാക്കിയിട്ട് നോക്കാം. ഇതിൻ്റെ ആ ഒരു കൺസോളും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഇത് നമുക്ക് നല്ലൊരു ഇത് തന്നെയാണ്, സെറ്റിങ് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ CC തന്നെ ഉണ്ട്. ഇതിൻ്റെ CC എന്ന് പറയുന്നത് 373 CC എൻജിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് റെഡ് ലൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിഭീകരമായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മളെ അങ്ങോട്ട് പെർഫോമൻസ് ചെയ്യുന്നൊരു ഫീലാണ് തരുന്നത്. വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റിൻ്റെ കാര്യം ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ തന്നെയാണ്. ആ ഒരു വലിഞ്ഞ് കയറുന്നൊരു ഫീലാണ്. ആ ഒരു ഏതൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുന്നിൻ്റെയൊക്കെ ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ അധികമായിട്ട് ഈസിലി ആയിട്ട് നമുക്ക് വേ ഔട്ട് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു X390. ആ ഒരു സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഫീല് കിട്ടും. ആ ഒരു വിൻഷീൽഡിൻ്റെ ആണ് ഏറ്റവും നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വിൻഷീൽഡിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാം. നല്ലൊരു വിൻഷീൽഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ഒരു നാനോമീറ്ററിനകത്ത് കാണിക്കുന്നുണ്ട്. അതും ടിപ്പ് മീറ്ററുണ്ട്, ആ ഒരു ഫോം എല്ലാം ഉണ്ട്, ടൈമിങ് റേഞ്ചും എല്ലാം കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട് സെക്ഷനാണ് ഏറ്റവും 390ലും ഏറ്റവും നല്ല, ഈ അഡ്വഞ്ചറിൽ ഏറ്റവും നല്ലതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ബാഗ് നമുക്ക് എടുത്തിട്ട് ബാഗ് പുറത്തിടാം. എന്നിട്ട് അടുത്തുള്ള കാര്യങ്ങളും ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു സ്റ്റേഡിയമാണ് പുറത്തായിട്ടുള്ളത്. ഇവിടെ നല്ലൊരു സ്റ്റേഡിയമാണിത്. അതുകൊണ്ട് ഇന്ന് നല്ലൊരു വെയിലായതുകൊണ്ട് തന്നെ നല്ല
ഇതിൻ്റെ ഒരു സെക്കൻഡും തേർഡും ഗിയറിൽ നമ്മൾ ആ ഒരു ഓവറോൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസ് ആണ് വണ്ടിയുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ റോഡിൽ നല്ല ഇതാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓഫ് റോഡിങ്ങിന് പക്ക യൂസ്ഫുൾ. ഒരു രീതിയിലുള്ള മടിയില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.